താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴി അറവ് മാലിന്യ കേന്ദ്രത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് പിന്നാലെ നടന്ന എംഎൽഎമാരുടെ ഉപരോധ സമരത്തിൽ ദുരൂഹതയെന്ന ആരോപണവുമായി നാട്ടൊരുമ പൗരാവകാശ സമിതി ഭാരവാഹി സൈദലവി തിരുവമ്പാടി. കമ്പനിയെ സഹായിക്കാൻ വേണ്ടി എംഎൽഎമാർ ഉൾപ്പെടെ സമരനാടകം കളിച്ചുവെന്നും സൈദലവി ആരോപിച്ചു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത സമയത്ത് തന്നെ അതിൽ വ്യക്തമായ കാരണമില്ലാത്തത് കൊണ്ട് തന്നെ പറഞ്ഞതാണ് ഇത് കോടതിയിൽ നിലനിൽക്കാത്തതാണെന്ന്. ഇപ്പം നിലവിൽ ഇങ്ങനെ ഒരു ഭരണകക്ഷിയിൽപ്പെട്ട 3 എംഎൽഎമാർ പോലും തുടർന്ന് അവിടെ സമരം നടത്തിയിട്ട് പോലും അടച്ചുപൂട്ടാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായത് എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമല്ല. കാരണം പരാതി ലഭിക്കുകയും വെള്ളം കയറിയതിൻ്റെ മുകളിൽ വൻ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സ്ഥലത്ത് പരിശോധന നടത്തുന്നതിന് മുമ്പ് തന്നെ നോട്ടീസ് അവർക്ക് യാതൊരു തലയും പാലും ഇല്ലാത്ത നിരുത്തരവാദിത്വപരമായിട്ടൊരു നോട്ടീസ് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന കാര്യങ്ങളും വ്യക്തമാകുന്നത് കമ്പനിയും ഇപ്പം സമരം നയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നയിക്കാൻ നേതൃത്വം കൊടുത്തിരിക്കുന്ന എംഎൽഎമാർക്കും ബന്ധപ്പെട്ട മരിയാന എൻ്റർപ്രൈസസ് എന്ന കമ്പനിയിൽ ഉൾപ്പെട്ട മറ്റു നേതാക്കളുടെയും നിലപാടിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരം പരിപാടികൾ നടന്നതെന്നാണ്. ഫ്രഷ് കട്ടിന് തുറന്നു പ്രവർത്തിക്കാമെന്ന് ഹൈക്കോടതി. ആവശ്യമെങ്കിൽ പോലീസ് സംരക്ഷണം തേടാം. അടച്ചുപൂട്ടാനുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവിനുള്ള സ്റ്റേ തുടരുകയും ചെയ്യും. അഡ്വക്കേറ്റ് രാജേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാജേഷ്, ഈ ജില്ലാ കളക്ടറും മലിനീകരണ നിയന്ത്രണ ബോർഡുമൊക്കെ അവർ നടത്തിയൊരു സംയുക്ത പരിശോധനയുടെ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ കോടതിയിൽ നിന്നൊരു നിലപാടുണ്ടായിരിക്കുന്നത്? തീർച്ചയായും ഹൈക്കോടതി ഇപ്പോഴുള്ളൊരു വലിയ കോടതി ഈ കാര്യം പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിൽ വരുന്ന റിപ്പോർട്ടുകൾ, അതിന്റെ ഗ്രാവിറ്റി, ഇതെല്ലാം നോക്കിയിട്ടാണ് ഹൈക്കോടതി ഉത്തരവിടുന്നത്. അല്ലെങ്കിൽ ഹൈക്കോടതി വെറുതെ ഒരു ഉത്തരവിടത്തില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലൂടെ ഉണ്ടായിട്ടുള്ള ജനരോഷം അത് ഏതൊക്കെ തരത്തിലാണെന്ന് ഹൈക്കോടതി നോക്കേണ്ട കാര്യമില്ല. ഹൈക്കോടതിക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ എന്താണ് അന്വേഷിച്ചുള്ള റിപ്പോർട്ട്. അതാണ് 2 ജില്ലാ ഭരണകൂടത്തോടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോടും കൂടി അന്വേഷിക്കാൻ പറഞ്ഞത്. ആ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചിട്ടാണ് ഈ സ്റ്റേ ഹൈക്കോടതി തുടരുന്നത്. അതിനുശേഷം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഇത് പരിശോധിക്കാനുള്ള ഒരു നിർദ്ദേശവും ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിലവിൽ ഈ ഫ്രഷ് കട്ട് പ്രവർത്തിക്കാനുള്ള പോലീസ് സംരക്ഷണം വേണമെങ്കിൽ അതും കൂടി ആവശ്യപ്പെടാമെന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ശരി, ഫ്രഷ് കട്ടിന് തുറന്ന് പ്രവർത്തിക്കാമെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടായിരിക്കുന്നു. അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്.